നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിലും പ്രതിഷേധം ആളിക്കത്തുന്നു. രാജ്യ തലസ്ഥാനം ഇന്ന് രാത്രിയിലും സമരഭൂമിയായി മാറി. ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്ക് ഇന്ത്യ സഖ്യ എംപിമാർ മാർച്ച് സംഘടിപ്പിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ 3 ബസ്സുകളിലായാണ് എംപിമാർ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തിയത്. ഡൽഹി ജന്തർ മന്ദറിലെ CJP പ്രതിഷേധം, തെരുവുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് നടപടി, ശക്തമായ പ്രതിഷേധത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിരുന്നത്. എന്നാൽ പാർലമെന്റിൽ ചർച്ചകളൊന്നും നടക്കാതെ വന്നതോടെയാണ് തെരുവുകളിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചത്. ഒറ്റക്കെട്ടായി ഇത് സംബന്ധിച്ച യോഗമെടുത്തത് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ച്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. അഹംഭാവം വെടിഞ്ഞ് അഹങ്കാരം ഉപേക്ഷിച്ച് ജനാധിപത്യത്തിലേക്ക് രാജ്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ ഉതകുന്ന ഒരു ശക്തമായ ജനകീയ പ്രക്ഷോഭമായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3 ബസ്സുകളിലായി ഇന്ത്യ മുന്നണി നേതാക്കളും എംപിമാരും നേരെ ഗാന്ധിജിയുടെ സമാധിയിലേക്ക് 30 ജനുവരി മാർഗിലെ ഗാന്ധി സ്മൃതിയിലെത്തി മെഴുകുതിരി കത്തിച്ചായിരുന്നു എംപിമാരുടെയും ഇന്ത്യ മുന്നണി നേതാക്കളുടെയും പ്രതിഷേധം. തുടർന്ന് ഗാന്ധിജി വെടിയേറ്റ് വീണ ഗാന്ധിയുടെ സ്മാരകത്തിലെത്തി അവർ ആ മെഴുകുതിരികൾ സമർപ്പിച്ചു. ജനഗണമന ചൊല്ലിയും പ്രതിജ്ഞ ചെയ്തും അവിടെ നിന്ന് മടക്കം. പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ ജനങ്ങളോട് ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി ഇന്നു മുതൽ ശക്തമായ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ പാർലമെന്റേറിയൻ ഇപ്പോൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളെ സമരം ചെയ്യുന്നവരെ മുഴുവൻ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ശ്രമത്തിനെതിരായിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രതിഷേധമായിട്ട് ഇത് മാറും. രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ തുടക്കം കുറിക്കുന്നത്. കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നടത്തിയ ആദ്യ സമരം പോലെയല്ല. രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ പ്രതിപക്ഷ പാർട്ടിക്കും സ്വാധീനമുള്ള മേഖലയിലും ഇനി പ്രതിഷേധം ശക്തമായി വ്യാപിക്കുമെന്നത് തീർച്ചയാണ്. गांधी जी जैसे तमाम किसान हैं जिन्होंने इस देश की आजादी की लड़ाई लड़ी और आज हम इसी देश में अपने ही बच्चों को मार रहे हैं. Current situation is the entire country, the young people, students, political parties, civil society, we stand united in protecting democracy and we stand united in demanding accountability from this government. The education minister has to resign. I think the government is gripped by panic and the government is not thinking through the problem. പ്രതിഷേധം നേരിടാൻ പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഗാന്ധി സ്മൃതിക്ക് മുൻപിലുണ്ടായിരുന്നു. പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. എന്നാൽ ആദ്യമെത്തിയ പ്രവർത്തകർ അവിടുത്തെ നിരോധനാജ്ഞ ബോർഡും ഗേറ്റും തുറന്നു നൽകി. അതിനുശേഷമാണ് നേതാക്കളെയെല്ലാം ഗാന്ധി സ്മൃതിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും വരാനിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളന നാളുകളിൽ പ്രതിഷേധം ശക്തമാകുമെന്നത് തീർച്ചയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുകയാണ്. ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രധാനമന്ത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സുപ്രധാനമായ ഒരു തീരുമാനം ഇനി കേന്ദ്ര സർക്കാരിന് എടുക്കാതിരിക്കാനാകില്ല. ക്യാമറമാൻ ജഗദീഷ് വിഷ്ണുനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.